ഒരു വലിയ വണ്ടി മേടിക്കുന്നു. ഞാൻ ഓക്കെ. സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഇത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് കോട്ടയത്തിൽ ഒരു റൈഡ് പോകാറുണ്ട്. അന്നേരം സെൻസറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു വലിയ പേഴ്സണാലിറ്റിയുടെ അടുത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെജി ഡോക്ടറിന്റെ അടുത്താണ്. റെജി ഡോക്ടറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഏതൊരു ഫീൽഡ് നോക്കിയാലും, അത് ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അതൊരു വ്ളോഗറായിട്ടും എന്തൊരു രീതിയിലും മാറാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അതും കോമഡി ആണെങ്കിലും ഡോക്ടറിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാം, കോമഡിയും ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏറ്റവും വലിയ സംഭവമാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞത്. ഒരു കുഞ്ഞിന് ജനനം നൽകുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടാകുന്നുണ്ട്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ് വിത്ത് കൃഷ്ണചാൻസ് ഓട്ടോ വ്ളോഗ്. അപ്പൊ നമ്മളിപ്പോ BMW X1 സ്വന്തമാക്കിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത്? ഞാൻ എറണാകുളത്തുള്ള നമ്മുടെ AVM ഓട്ടോഗ്രാഫി AVM ഓട്ടോഗ്രാഫ്. ഗ്രേറ്റ്. നമ്മൾ എടുത്തിട്ട് എത്ര നാളായിട്ടുണ്ട്? ഇത് ഞാൻ 2023 സെപ്റ്റംബറിലാണ് എടുത്തത്. 2023. എന്റെ ഒരു ലക്ഷറി വണ്ടി മേടിക്കുക, വലിയ ലക്ഷറി അല്ല, അത് മേടിക്കുക എന്നുള്ളത് എന്റെയും എന്റെ ഫാമിലിയുടെയും വൈഫിന്റെയും പിള്ളേരും ഒരു ഡ്രീം ആയിരുന്നു. ഓക്കെ. അപ്പൊ ആ ഡ്രീം ഫുൾഫിൽ ചെയ്തിട്ട് ഇപ്പൊ 4 വർഷമായി. അതിനെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ പോലെ ഒരാള് ഇങ്ങനെ ഒരു വലിയ വണ്ടി മേടിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ ഇതൊരു സ്വപ്നം യാഥാർത്ഥ്യം ഭയങ്കര ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇപ്പം ഡോക്ടറിനെ ശരിക്കും ഒരു ദൈവതുല്യായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അതിന്റെ ഒരു ബ്ലെസ്സിങ്സ് സാറിന് കിട്ടാതെ ഒരിക്കലും ഉറപ്പായിട്ടും. അപ്പോ വണ്ടി ഇപ്പൊ സ്വന്തമാക്കി ഇത്ര വർഷമായിരിക്കുകയാണ്. BMW X1 ആണ് സ്വന്തമാക്കിയിരിക്കുന്ന വെഹിക്കിൾ. ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് ഡീസലാണ്. ഡീസൽ വേരിയന്റ് ആണ്. അപ്പം ഡീസൽ വേരിയന്റ് നമുക്കറിയാം, ഒരു 195 പവറും അതുപോലെ 300 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഒക്കെ വരുന്ന പവർ വരുന്ന വണ്ടിയാണ്. അറിയാലോ, BMW എന്ന് പറഞ്ഞ വണ്ടി എല്ലാവർക്കും പരിചിതമായ വണ്ടിയാണ്. എന്തുകൊണ്ടാണ് സാർ? കാരണം ബെൻസ്, GLS, ഓഡി Q3, Q6 അങ്ങനത്തെ വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് സാർ ഇപ്പൊ ഈ ഒരു വണ്ടിയിലേക്ക് ഇത് മേടിക്കാൻ പ്രത്യേകിച്ച് അത് ഒരു വലിയൊരു ലക്ഷറി വണ്ടി മേടിക്കണം എന്ന് തോന്നിയപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ കുറച്ച് റിവ്യൂസ് ഒക്കെ എടുത്തായിരുന്നു. ഓക്കെ. അപ്പം BMW കുറിച്ച് ഒത്തിരി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഇയർലി ഒരു പ്രാവശ്യമൊക്കെ സർവീസ് വരത്തുള്ളൂ. പിന്നെ നമുക്ക് ലോങ് ടൈം ആയിട്ട് ഒത്തിരി ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ റിവ്യൂ വെച്ചിട്ടാണ് ഇത് മേടിച്ചത്. ബെൻസിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞത് ശരിയല്ല. ബെൻസിന് എപ്പോഴും സർവീസ് വരും, പിന്നെ അത് ഇത്തിരി കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ വന്നപ്പം പിന്നെ ഇതിന്റെ മോഡൽ, ഇതിന്റെ ലുക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു BMW ഒരു പാഷൻ ആയിരുന്നു. ഇതിന്റെ ലുക്ക് ഇത് നിരത്തി കൂടെ പോകുമ്പോഴത്തേക്ക് ആ ലുക്ക് കണ്ടപ്പോ തന്നെ അന്ന് മുതലേ നമ്മൾ ഇതിനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മസ്കുലർ അത് തന്നെ ഭയങ്കര ഹെവി വെഹിക്കിൾ ആണ്. ഇതിനകത്ത് ഇരുന്നാൽ നമുക്ക് തന്നെ ഒരു പവർ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഒന്നുകൊണ്ടാണ് അതിന്റെ അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഞാൻ എടുത്തത്. ഇപ്പൊ ഞാൻ 4 വർഷം ഇത് എടുത്തിട്ട് ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഇത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഉടനെ എന്തായാലും ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും മിനിമം ഒരു 5 years കൊണ്ട് ഇട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. എന്തായാലും സാറിന്റെ ആ ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെ വണ്ടിയെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എന്നാൽ പോലും എല്ലാ വണ്ടിയിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ വേറെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സാറിന് വണ്ടിയെ കുറിച്ച് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സാറ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടാവാം. കാരണം സാറ് ബിസിയാന്ന് എനിക്കറിയാം. എന്നാൽ പോലും സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറുകൾ എന്താണ് വരിക? ഒരു പാർക്ക് അസിസ്റ്റന്റ് മോഡ്, പിന്നെ ബൂസ്റ്റ് മോഡ്, ആ ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് സ്പീഡിൽ പോകാനുള്ള ഫീൽഡ്. പിന്നെ നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ രാത്രിയിലൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈറ്റിങ്ങും ഉള്ളിലത്തെ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇപ്പൊ ഞാനാണെങ്കിലും മിക്കവാറും ചെയ്യുന്ന ഹെവി വർക്കാണല്ലോ. അപ്പൊ രാത്രി വന്നിട്ട് ചിലപ്പോൾ 8 മണിയാവും. എന്നിട്ട് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് കോട്ടയത്തിൽ ഒരു റൈഡ് പോകാറുണ്ട്. അപ്പൊ ആ റൈഡ് നമ്മൾ മിക്കവാറും ഇപ്പം വർഷങ്ങളായിട്ട് 4 വർഷമായിട്ട് ഇതിലാണ് പോകുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ്സ് നമ്മൾ എല്ലാ ദിവസവും എന്റെ ഫാമിലിയാണ് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടത്. അപ്പൊ ആ ടൗണിൽ കൂടെ അതിലെ കൂടെ ഉള്ള റൈഡ് അത് നമ്മൾ റെയിലി എല്ലാ ദിവസവും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ഥിരം ഡോക്ടർ ഇതുപോലെ ഫാമിലി ആയിട്ട് പോകുന്ന ഒരാളാണ്. ഈ ഫാമിലി ആയിട്ട് പോകുമ്പോ പൊതുവെ കംഫർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫാമിലി എന്ത് പറഞ്ഞിരിക്കുന്നു? അവരൊക്കെ കയറുമ്പോ ട്രാവലൊക്കെ ചെയ്യുമ്പോ എങ്ങനെ പറഞ്ഞിരിക്കും? അല്ല, ഫാമിലിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്കൂടി എന്റെ ഈ വണ്ടിയിലെ അവരാണ് ശരിക്കും. ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ പോയില്ല, അവര് തന്നെ നിർബന്ധിച്ച് എന്നെ ഇതിൽ കൊണ്ടുവന്നെ. അവര് റിയലി ഈ ഇതിലെ കൂടെയുള്ള ട്രാവൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് മറ്റേ സീറ്റിങ്ങും. അപ്പൊ മോളൊക്കെ ഇതിനകത്ത് കിടന്ന് മ്യൂസിക് ഒക്കെ കൊണ്ട് കേൾക്കും. പിന്നെ വൈഫാണെങ്കിൽ ഫ്രണ്ട് ഇരുന്ന് മ്യൂസിക് എൻജോയ് ചെയ്യും. അപ്പൊ ആ ഒരു മൊമെന്റ്സ് അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വണ്ടി അത്രയും സ്മൂത്ത് ആണ്. പിന്നെ അതിന്റെ
സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് അവർ റിയലി എൻജോയ്ഡ് ദാറ്റ്. ഓക്കെ, ഗ്രേറ്റ്. നമ്മളിപ്പോ കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു ആംബിയൻസ് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റിംഗ് ആണെങ്കിലും അതിനൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വണ്ടിയുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്ലാസ്റ്റിക്സിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അതിന്റെ സ്വിച്ചസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് ശരിക്കും? അപ്പൊ എനിക്കതൊക്കെ എൻ്റെ ഒരു നല്ല ഫീലിംഗ് ആയിട്ട് തോന്നും. അപ്പൊ എനിക്കപ്പോ നമ്മളിപ്പോ ഒരു ചൂടുള്ള സമയത്ത് പോയാലും അതിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഈ ചൂട് പിടിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ല പിന്നെ ആ സീറ്റിംഗ് അറേഞ്ച്മെന്റും ആ സീറ്റിൽ വയ്ക്കുന്ന ഭയങ്കര ഒരു സ്മൂത്ത് ഫീലിംഗ് ആണ്. നമുക്ക് നമ്മുടെ ബാക്ക് ഒന്നും അത്ര ഒരു എക്സൈഷൻ ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ ഒരു നോർമൽ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ചിലർ മറ്റു വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ തലയ്ക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടാകും, ഹെഡ് ഏക്ക് ഉണ്ടാകും. ഇത് നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്ര നമ്മൾ BMW എന്ന് പറഞ്ഞൊരു വണ്ടി സ്വന്തമാക്കുമ്പോൾ നമുക്ക് അത് വണ്ടി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിൽ സ്വന്തമാക്കാം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി അല്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഈ വണ്ടി പകുതിക്ക് വെച്ച് കൊടുക്കുകയും അതൊക്കെ ചെയ്യുന്നത്, സെക്കൻഡ് ഹാൻഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കും എന്റെ ചോദ്യം മെയിൻ്റനൻസ് ആൻഡ് സർവീസിനെ കുറിച്ചാണ്. സാറിന് അത് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അത് BMW എന്ത് സപ്പോർട്ടാണ് സാറിന് കിട്ടുന്നത്? അവരെന്തെങ്കിലും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വാറന്റീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടോ? അതിനെ കുറിച്ച്. അപ്പൊ ഞാനിത് ഇപ്പൊ 4th ഇയർ ആണ്, അടുത്ത വർഷം 5th ഇയർ ആവും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു മേജർ ആയിട്ടുള്ള പണികളൊന്നും വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സർവീസ് ഉള്ളൂ. അപ്പൊ സർവീസിനൊക്കെ എല്ലാ പ്രാവശ്യം ഒരു 25,000 റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം കാണുന്നോ രണ്ടോ സെൻസറിന് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് അത് കുറച്ചൊരു മൈനർ പൈസ അത് എത്ര നാൾക്ക് ശേഷമാണ്? അതൊരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് സെൻസറിന്റെ ഒരു കംപ്ലൈന്റ് ആയത്. പിന്നെ പ്രശ്നമൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് അവര് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോഴത്തെ തന്നെ അവര് പെട്ടെന്ന് നല്ല സർവീസ് ആണ്. സാർ ഇപ്പൊ എവിടെയാണ് ശരിക്കും കൊടുക്കുന്നത്? ഞാൻ എറണാകുളത്ത് അവരെ EVM തന്നെയാണ് കൊടുക്കുന്നത്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അല്ല, ഞാൻ എന്റെ ഒരു ഡ്രൈവർ ഉണ്ട്, പുള്ളിനെ അങ്ങോട്ട് വിടുക ചെയ്യുന്നത്. ആ പുള്ളിനെ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും. അപ്പൊ അവര് രാവിലെ പുള്ളി ഇവിടുന്ന് രാവിലെ പോകും. പിന്നെ മിക്കവാറും ഒരു 5 മണി 6 മണിയൊക്കെ പോകും. ഇതുവരെ ഒറ്റ ദിവസം പോലും വണ്ടി അവിടെ ഹിറ്റ് സർവീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് എനിക്കത് ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പൊ ബാക്കി സ്ഥലം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ബെൻസ് കൊടുത്തിട്ട് 2 ദിവസം എടുത്ത് മൂന്ന്. എനിക്ക് ഇതുവരെ ഈ വണ്ടിക്ക് രാവിലെ കൊടുത്തു, വൈകുന്നേരം എന്റെ വണ്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു നല്ലൊരു സർവീസ് ആയിട്ട് എനിക്ക് അവർ തോന്നി. കാരണം ഞാനിപ്പം സർവീസ് ഇപ്പൊ സാർ ഇപ്പം ഇത്ര 3-3.5 വർഷത്തോളം വണ്ടി ഉപയോഗിച്ചു. ഏറ്റവും കൂടുതൽ എമൗണ്ട് മെയിൻ്റെനൻസിന് മുടക്കിയിരിക്കുന്ന പൈസ എപ്പോഴാണ്? എത്ര എമൗണ്ട് ആണ് കൊടുത്തിരുന്നത്? എനിക്ക് മറ്റേ സെൻസർ ആ വർഷം സെൻസർ മാറിയല്ലോ, ആ സെൻസർ മാറിയപ്പോഴത്തേക്ക് എക്സ്ട്രാ ഒരു 25,000 കൊടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കി എല്ലാ വർഷവും ഒരു 25 വെച്ചിട്ടേ വണ്ടി. വർഷങ്ങൾക്ക് സർവീസ് കിലോമീറ്റർ വരുന്നല്ലോ. ഒരു വർഷം ഒരു ചിലപ്പോ ഒരു ഇതുവരെയും വണ്ടി എങ്ങാണ്ട് ഒരു 28,000 ഓടിയിട്ടുള്ളൂ. എനിക്ക് ഓട്ടം കുറവാണ്. ഞാൻ ജസ്റ്റ് കാര്യത്തിൽ പോകുമ്പോൾ ഇടയ്ക്ക് തൃശ്ശൂർ പോകും, അത്രേ ഉള്ളൂ. ഡെയിലി എനിക്ക് മൾട്ടിപ്പിൾ വണ്ടികളുണ്ട്, ഒത്തിരി വണ്ടികളും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അപ്പൊ അങ്ങനെയാണ് ഞാനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത്. വൈഫ് പിന്നെ ബാക്കിയെല്ലാം ബ്രസ്സോ അതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000 ആണ്. ഈ സെൻസറിന്റെ ഇഷ്യൂ ഇല്ലെങ്കിൽ സാറിന് എത്ര രൂപ പേയ്മെന്റ് ചെയ്യേണ്ടി വരും? ഒരു ഇപ്പൊ 4 വർഷമായി, എല്ലാം കൂടെ ഒരു 1 lakh ഇതിലേക്ക് സർവീസിന് ടോട്ടൽ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ശരി. ഓക്കെ, അപ്പൊ ഞാനത് ഒരു BMW യൂസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ജാഗുർ, ഓഡി ഇങ്ങനെയുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്നവരോട് ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ക്ഷമിക്കണം. നമ്മളിപ്പോ സാധാരണ ഒരു ബ്രസ്സയോ അതൊക്കെ സർവീസിന് പോയാലും ഒരു മിനിമം ഒരു 10,000 ആവുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ വണ്ടി പോകുമ്പോൾ അത് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ആദ്യം എടുക്കുമ്പോൾ നമ്മളിത് വലിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഒരു ഭയം ഇതായിരുന്നു, സർവീസിന് ഭയങ്കര കോസ്റ്റ് ആവുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കോസ്റ്റ് ഒന്നും സർവീസിന് എനിക്കുണ്ടായിട്ടില്ല. ഓൾറൈറ്റ്. അതുപോലെ തന്നെ ഞാനിപ്പോ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. കാരണം മൈലേജ് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യാന്നറിയാം. എത്ര മൈലേജ് വണ്ടി, ഡീസൽ വണ്ടിയാണെന്നറിയാം, എത്ര കിട്ടുന്നുണ്ട്? എനിക്കൊരു 10 കിലോമീറ്ററിന് ഒരു 13 കിലോമീറ്റർ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഇതിലൂടെ തന്നെയാണെങ്കിൽ ഓടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു കാരണം ഡീസലിന് ആ ഒരു മൈലേജ് കിട്ടാന്ന് പറഞ്ഞാൽ സ്റ്റാർ ബെറ്റർ കമ്പനി പറയുന്നത് എനിക്ക് തോന്നുന്നു 20 കിലോമീറ്റർ പെർ ലിറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സാറിന് നിയർലി ടു 30 ഓടിക്കുന്നുള്ളൂ. കാരണം ഒരു സിറ്റി ഡ്രൈവ് സാറിന് ഇപ്പം സാർ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റി ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഡ്രൈവ് ആണോ അതോ ഹൈവേ കൂടെ പോകുന്നതാണ്? കുറച്ച് എൻജോയ് ചെയ്യുന്നത് ലോങ് ഡ്രൈവ് ആണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചിലപ്പോൾ എപ്പോഴും അതിന് നമ്മളൊരു തിരക്ക് ഗൈനക്കോളജ് ആയതുകൊണ്ട് എനിക്കത് എപ്പോഴും ചിലപ്പം പറ്റത്തില്ല. ഇടയ്ക്ക് വൈഫിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഉള്ളവർക്ക് നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നേരത്തെ നമ്മൾ സംസാരിച്ച സംഭവം ലഗേജ് സ്പേസിനെ കുറിച്ചാണ്. ലഗേജ് സ്പേസ് നമ്മൾ ഇതിനകത്ത് ഒരു ഫാമിലി ആയിട്ടൊക്കെ സാർ യാത്ര പോകാറുണ്ട്. അപ്പം ഈ ലഗേജ് വെക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല? ഒരിക്കലും. ഇപ്പൊ നേരത്തെ ഞാൻ ചെറിയ വണ്ടി, അപ്പൊ അതിനേക്കാൾ കൂടുതൽ ലഗേജ് ബാക്കിൽ വെക്കാം. 500+ ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയും കൂടെയാണ്. ഓക്കെ, അത് ഹാപ്പിയാണ് അല്ലേ? പിന്നെ നമ്മൾ വേറെ ചില നേരത്തെ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്പേസ് കുറവ്, അതായത് അവർക്ക്
കാല് മുട്ടും. പക്ഷെ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നം വരുന്നില്ല. വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം സാറിനോട് മൈലേജിന്റെ കേസ് ചോദിച്ചു. അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റി പരമായിട്ട് വണ്ടി ഭയങ്കര റിച്ച് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ ബാഗ്സ് ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന് ഈ വണ്ടി അന്ന് മേടിച്ചപ്പോ ഓൺ റോഡ് പ്രൈസ് എത്ര ആയിട്ടുണ്ടായിരുന്നു? അന്ന് എനിക്കത് ഒരു 60 lakhs ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, പക്ഷെ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം കൂടെ കൂടിക്കോട്ടെ എനിക്കൊരു ഡോക്ടർ ഇതൊക്കെ ഒരു 58 lakhs എനിക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് EVM ഓട്ടോക്രാഫ്റ്റ് ആണ് ലീഡിംഗ് ബ്രാൻഡ്സ് ആയിട്ടുള്ള എല്ലാ വണ്ടി. ഇപ്പം BYD, വിൻഫാസ്റ്റ്, BMW, പോർഷെ പോലുള്ള പ്രീമിയം സെഗ്മെന്റ് വണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ താഴെ കാണുന്ന നമ്പർ EVMന്റെ നമ്പർ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. എന്ത് വണ്ടി, നല്ലൊരു കോട്ട് എടുത്ത് തരാം, ഒരു കൺസൾട്ടിങ് തന്നെ തരാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് BMW, ബെൻസോ അങ്ങനത്തെ പ്രീമിയം വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പറിൽ വിളിക്കുക. നമുക്ക് ഫൈനൽ ഒരു വെർഡിക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ BMW നോക്കുന്നുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫ്രഷ് വണ്ടിയാണ് ഇപ്പോൾ നോക്കുന്ന ആൾക്കാരോട് സാറ് അവരോട് എന്താണ് പറയുക? ഇതൊരു വാല്യൂ ഫോർ മണി വണ്ടിയാണോ, അത് എടുക്കണോ വേണ്ടയോ? സാറിന് എന്താണ്? ഇതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പം ഈവൻ സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും അതൊരു നല്ല നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്, ഒരു വാല്യൂ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഫസ്റ്റ് ഹാൻഡ് എടുക്കണം നിർബന്ധമില്ല. അപ്പം സെക്കൻഡ് ഹാൻഡ് എടുത്താലും പ്രോബ്ലംസ് ഇല്ല. നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എടുക്കുന്നുണ്ട്. അത് നല്ല നോക്കി ഡോക്ടർമാർ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വണ്ടി നോക്കിയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പം എന്തായാലും സാർ ഇപ്പം ചെറിയ സെൻസേഴ്സിന്റെ സെൻസറിന്റെ മാത്രമേ കംപ്ലൈന്റ് ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. അത് അവരന്ന് പറഞ്ഞത് എന്റെ വണ്ടിക്ക് അധികം ഓട്ടോ ഇല്ലാത്തതുകൊണ്ടാണ്, ഓട്ടോ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു ഫൈനലിലേക്ക് വന്നേക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് BMW, പ്രത്യേകിച്ച് X1 നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇപ്പൊ സാറിന്റെ ഫീഡ്ബാക്ക് ആണ് വന്നത്. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഏറ്റവും വലിയൊരു പേഴ്സണാലിറ്റിയുടെ അടുത്തു നിന്ന് തന്നെ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടിയെന്ന് നല്ലൊരു ഹേർട്ട്ഫുൾ താങ്ക്സ് സാറിന് കൊടുക്കുകയാണ്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. അപ്പോ താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രോം കൃഷ്ണച്ച.